ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു കെൺലേൺ അക്കാദമി. നമ്മൾ ഇന്ന് RRB JEE CBT 1 എക്സാം എന്തായാലും തുടങ്ങുമല്ലേ 16ാം തീയതി തൊട്ടിട്ട്. അപ്പോൾ RRB JEE CBT 1 NTPC നോൺ ടെക്നിക്കൽ പോസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സ് ഒരു 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് CSAT വേണ്ടിയിട്ട് UPSC CSAT വേണ്ടിയിട്ടും അതേപോലെ തന്നെ CGL എഴുതത്തില്ലേ, ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതേപോലെ തന്നെ CHSL ക്ലിയർ അല്ലേ, അതേപോലെ തന്നെ PSC ഡിഗ്രി ലെവൽ എക്സാംസിനും ബാങ്ക് എക്സാംസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന മാത്സ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു 10 ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി PYQ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. 106 ഓക്കെ 106 into 106 into 106 94 into 94 ആണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ടു A ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A. അപ്പൊ ഇവിടെ നമുക്കറിയാം 106ന്റെ സ്ക്വയർ പ്ലസ് 94 സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ അധികം മീൻസ് ഇക്വേഷൻസ് ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ ഡയറക്റ്റ് 106ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ 94ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതിന്റെ ആൻസേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോ എന്താണ്, ഇതിപ്പം A² ആണ്, ഇത് B² ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം ഇവിടെ 106 94 കൂടി ആഡ് ചെയ്താൽ നമുക്കൊരു 200 കിട്ടും. നമുക്കറിയാം A+B² ഈക്വൽ ടു എന്താണ് വരുന്നത്, A² + B² + 2AB വരും. ക്ലിയർ അല്ലേ? A² + B² + 2AB. അപ്പം ഇവിടെ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ടേം A² + B² ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ A² + B² ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, A+B² - 2AB എന്ന് എഴുതിക്കൂടെ? അതായത് ഈ 2AB പ്ലസ് ആയിട്ട് കിടന്നിരുന്ന ഈ 2AB ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ A ഇവിടെ എന്താണ്, A എന്ന് പറയുന്നത് 106 ആണ്, 106 ആണ്. ആൻഡ് B എന്ന് പറയുന്നത് ഇവിടെ ആരാണ്, 94 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് A+B² എന്ന് പറയുന്നത് ആര് വരും, 106 + 94 മൈനസ് 2 ഇൻറ്റു ഇതും നമുക്ക് എന്തിലാണ്, ഇത് ഓൾറെഡി നമുക്ക് ഒരു ടേം ആയിട്ടാണ്. ബോർഡ് മാസ് നോക്കാൻ നേരത്ത് 2AB ആദ്യം ചെയ്യണം. അപ്പൊ 2 ഇൻറ്റു 106 ഇൻറ്റു 94 ഈക്വൽ ടു A² + B². ഈ A² + B² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യെസ്, നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ സെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്, യെസ്, 106² + 94². അപ്പൊ ഇവിടെ ഇത് എത്ര വരും, ഇവിടെ ഈ ഒരു 106ഉം 94 കൂട്ടുമ്പോൾ എന്ത് വരും, 200² മൈനസ് 2 ഇൻറ്റു 106 ഇൻറ്റു 94 ചെയ്യുക. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ഇൻറ്റു 2 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നുണ്ട്, 1998 ആണ് ആൻസർ കിട്ടുന്നത്. 2 ഇൻറ്റു 106 ഇൻറ്റു 94. സോ ഇവിടെ 200² എത്രയാണ് കിട്ടുന്നത്, യെസ് 4. യെസ്, 2ന്റെ സ്ക്വയർ 4. ഇനി ഇവിടെ 100ന്റെ സ്ക്വയർ അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ 40,000 വരും മൈനസ് 1928. ഇതിന്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ 106² + 94² ആൻസർ. അപ്പോൾ 4000 മൈനസ് 1998 എന്ന് പറയുന്നതിന്റെ ആൻസർ 40,000 മൈനസ് 19,928ന്റെ ആൻസർ എത്ര വരും, യെസ് 7. ഇവിടെ നമുക്ക് എത്ര വരുന്നുണ്ട്, ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ടൈപ്പ് കൂടെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വേഗം കിട്ടുവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഇവിടെ നോക്കിയേ, √0.0001 പ്ലസ് √0.0064. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റൂട്ട്, അതിന് അകത്ത് നമുക്ക് 0.01 ഉണ്ട്, പ്ലസ് ഇവിടെ എഗെയിൻ ഒരു റൂട്ട് ഓഫ് തന്നിട്ടുണ്ട്. അത് എത്രയാ, 0.0064.
നമുക്കറിയാം 64 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയറാ? 8ന്റെ സ്ക്വയറാ അല്ലെ? ഇനി 100ന്റെ സ്ക്വയർ എത്രയായിരിക്കും? യെസ്, 100ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10,000 ആണ്. ക്ലിയർ ആണോ? 100ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ അല്ലെ? 10,000 എന്ന് പറയുമ്പോൾ 4 പൂജ്യം അല്ലെ? അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ഈ പോയിന്റ് എങ്ങനെയാ കിടക്കുന്നത്? ഇതിനെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുത്താണ്. ഡയറക്റ്റ് ചെയ്യാട്ടോ. ഡയറക്റ്റ് ഇതിനകത്തുനിന്ന് നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ നമുക്കറിയാം ദേ ഇവിടെ 4 വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 0 വരുന്നത് എത്രയാണെന്ന് നോക്കുക. അപ്പൊ അതിനകത്തുനിന്ന് ഡയറക്റ്റ് ഞാൻ പറയുകയാണെ. അപ്പൊ ഡയറക്റ്റ് ഈ 0.01 ഇവിടെ കിടക്കുകയാണെന്ന് കരുതുക. പ്ലസ് നമുക്ക് ഈ ഒരു റൂട്ട് ഓഫ് 0.0064 നമുക്ക് എന്ത് എഴുതാം? യെസ്, 0.20 അല്ലേ? അപ്പൊ ഒരു 0 കൊടുത്തു. ദെൻ 64ന്റെ അറിയാം റൂട്ട് ഓഫ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 8 ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പൊ ഈ റൂട്ടിനകത്താണ്, അതായത് 0.01 0.08 കൂടി ആഡ് ചെയ്യുമ്പോൾ 0.09 കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു പൂജ്യമല്ലേ വന്നിരിക്കുന്നത് അല്ലേ? അപ്പം അതിന്റെ അതായത് 100 ആണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ 9/100 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? 9/100 എന്ന് പറയുമ്പോൾ √9 ഡിവൈഡഡ് ബൈ √100. ഈ √9 എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡഡ് ബൈ 10 വരും, ഇല്ലെങ്കിൽ 0.3 വരും. ഇതിന് ഡയറക്റ്റ്ലി നമുക്ക് ഓപ്ഷൻ എയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇനി ഇത് 0.08 ഡയറക്റ്റ് എഴുതാൻ പറ്റാത്തവർക്ക് ഇവിടെയും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഇവിടെ 0.01 പ്ലസ് ഇവിടെയും നമുക്ക് റൂട്ടിനകത്ത് 64 ഡിവൈഡഡ് ബൈ 10,000 നേടും. ഓക്കെ അല്ലേ? അപ്പൊ 64ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 64ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് യെസ് 8 ഡിവൈഡഡ് ബൈ 10,000ന്റെ എത്രയാ? 100. അപ്പൊ എഗെയിൻ ഇപ്പഴത്തേക്ക് എഴുതുകയാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 0.01 വരും. 8 8/100 8/100 എന്ന് പറയാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 0.08 ആണ്. സോ 0.08. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 0.09 കിട്ടും, അല്ലെങ്കിൽ 9/100. ഡൗട്ട് വരുന്നവർ 0 എങ്ങനെ വരുന്നു എന്നുള്ള ഡൗട്ട് വരുന്നവർ ഈ ഡയറക്റ്റ് തന്നെ ചെയ്തു നോക്കുക. പിന്നെ മാക്സിമം പ്രോബ്ലംസ് ചെയ്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചെയ്തു നോക്കാനുള്ള സമയമില്ലെങ്കിലും അത് പഠിച്ച് മനസ്സിലാക്കുക. ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ സമയമുള്ളത് പോലെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് പഠിക്കണേ. കാരണം പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക കേട്ടോ. ഈ ചെറിയ ടൈം കൊണ്ട് മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതേപോലെ മാത്സ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് മനസ്സിലാവും, എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാമെന്നും മനസ്സിലാവും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് ഇനി സമയമുണ്ട് കേട്ടോ. 16-ാം തീയതി അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി NTPCക്ക് ഇനിയും ടൈമുണ്ട്. അപ്പൊ എന്തായാലും ടൈം വരും. ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക. ആൻ എമൗണ്ട് ഓഫ് 6,764 rupees to be distributed among 4 friends PQRS in the ratio of 8.8:6:3:2. ഓക്കെ അല്ലേ? അപ്പൊ 6,764 എത്ര റേഷ്യോയിലാണ് PQRSന് കൊടുക്കേണ്ടത്? യെസ്, PQRSന് കൊടുക്കേണ്ടത് ഒരാൾക്ക് 8 റേഷ്യോയിൽ കൊടുക്കണം, മറ്റേ ആൾക്ക് 6:3:2 കൊടുക്കണം. ഹൗ മച്ച് എമൗണ്ട് വിൽ P and R get in total? നമ്മൾ ഈ റേഷ്യോ വരാൻ നേരത്ത് നമുക്കറിയാം എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇതാണ്. PQRSന്റെ റേഷ്യോ വരുന്നത് ഇതാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? കോമൺ മൾട്ടിപ്പിൾ ഉണ്ട്. റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു കോമൺ മൾട്ടിപ്ലെയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോമൺ മൾട്ടിപ്പിൾ എന്നൊക്കെ പറയാൻ പറ്റും. ഒരു കോമൺ മൾട്ടിപ്പിൾ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതായത് ലെറ്റ് എക്സ് ആണ് നമ്മളുടെ കോമൺ മൾട്ടിപ്പിൾ എങ്കിൽ ഈ റേഷ്യോസ് വെച്ചിട്ട്, അതായത് 8 × x ഏതോ ഒരു ടേം വരും. ഈ എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു ടേം ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ റേഷ്യോസ് ഒരുമിച്ച് ഈ 4 കൊടുത്തത് കൊണ്ട് എക്സ് എല്ലാത്തിനും കോമൺ ആയിരിക്കും. അപ്പം 8x പ്ലസ് 6x പ്ലസ് 3x പ്ലസ് 2x ആയിരിക്കും നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ എത്ര വരുന്നുണ്ട്? യെസ്, 6,764 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഈ 8x 6x ഒക്കെ നമുക്ക് എക്സ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും.
അപ്പൊ 8+6+3+2 എത്ര കിട്ടുന്നുണ്ട്? അതെ, 19x. 19x ഈക്വൽ ടു 6764 കിട്ടും. സോ നമുക്ക് എക്സ് ഇവിടെ കണ്ടുപിടിക്കണം. സോ 19 ഇൻറ്റു എക്സ് അല്ലേ, 19 ഇൻറ്റു എക്സ് ആവുമ്പോൾ എക്സ് ഈക്വൽ ടു 6764 ഡിവൈഡഡ് ബൈ 19. അപ്പൊ എക്സ് ഈക്വൽ ടു നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എക്സ് 356 ആയിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ഹൗ മച്ച് എമൗണ്ട് വിൽ പി ആൻഡ് ആർ ഗെറ്റ് ഇൻ ടോട്ടൽ? പിന്റെ ആറിന്റെ എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് 8 വരുന്നുണ്ട്. യെസ്, ഒന്ന് നമുക്ക് 8, അടുത്തത് 3 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 8x കണ്ടുപിടിക്കുക. അതായത് 8 ഇൻറ്റു 356. പിന്നെ അതേപോലെ തന്നെ അടുത്തത് എന്താ കണ്ടുപിടിക്കുക? യെസ്, 3 ഇൻറ്റു എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ 3 ഇൻറ്റു 356. ഈ കിട്ടുന്ന വാല്യൂസ് ആഡ് ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ 1. ഓക്കെ, ഇവിടെ നമുക്ക് 3 ഇൻറ്റു 356 കിട്ടുന്നത് 1068 കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 3916. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ 3916, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇനി ഇതേ നല്ലാതെ ഡയറക്റ്റും കണ്ടുപിടിക്കാം കേട്ടോ. ഡയറക്റ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. സെയിം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 8:6:3:2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? 8+3 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു എക്സ്, ഓക്കെ അല്ലേ, ഡിവൈഡഡ് ബൈ, ഓക്കെ അല്ലേ, ടോട്ടൽ 8+6+3+2. ഓക്കെ ആണോ? ഈ വാല്യൂ എന്ന് പറയുന്നത്, അപ്പൊ ഇങ്ങനെ ഡയറക്റ്റും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ ഇതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഇൻറ്റു 8+3 ചെയ്താലും മതി. 8+3 എന്ന് പറയാൻ നേരത്ത് നമുക്ക് 11 കിട്ടും. 11 ഇൻറ്റു എക്സ് ചെയ്താലും നമുക്ക് ഈ ഒരു ഫൈനൽ ആൻസർ കിട്ടും. 11x. അപ്പം എക്സ് ഓൾറെഡി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 11x ഈക്വൽ ടു 11 in x ഈക്വൽ ടു നമുക്ക് എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും? 11x ആയിരിക്കും ആൻസർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് കണ്ടുപിടിക്കുക. എക്സ് 356 കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് കണ്ടുപിടിക്കുക. എക്സ് കിട്ടാൻ എളുപ്പമാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ടോട്ടൽ റേഷ്യോയിൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പൈസ ഉണ്ടാവുമല്ലോ, 6764. ഇതിനെ ടോട്ടൽ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. ഇനി ഈ എക്സിന്റെ നമുക്ക് പിന്റെ എന്ന് പറയുമ്പോൾ 8ഉം ആറിന്റെ എന്ന് പറയുമ്പോൾ 3ഉം. അപ്പം 8+3 എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്? 11. 8+3 എന്ന് പറയുമ്പോൾ നമുക്ക് 11 കിട്ടും. സോ 11 ഇൻറ്റു എക്സ് ഈക്വൽ ടു, ഓക്കെ അല്ലേ, ഇവിടെ ഓൾറെഡി നമുക്ക് എക്സിന്റെ വാല്യൂ 356 ആയിട്ട് കിട്ടും. സോ 11 ഇൻറ്റു എക്സ് ഈക്വൽ ടു നമ്മളുടെ ആൻസർ 3916 കിട്ടും. ഇത്ര ലെങ്തി ആയിപ്പോയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ് ഇസ് 129. എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പലർക്കും തെറ്റിപ്പോകുന്നതുമാണ്. കോപ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? കോപ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കോപ്രൈമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ നമ്മളോട് their LCM should be, ഇവിടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് പ്രൊഡക്റ്റ് ഓഫ് 2 numbers ഈക്വൽ ടു എന്ത് പറയാം? യെസ്, HCF ഇൻറ്റു LCM. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 129. ഏതോ രണ്ടെണ്ണത്തിന്റെ ഈക്വൽ ടു അതിന്റെ LCM കണ്ടുപിടിക്കണം. ഇനി കോപ്രൈം നമ്പേഴ്സ് അല്ലേ? കോപ്രൈം നമ്പേഴ്സിന്റെ കേസ് എടുക്കാൻ നേരത്ത് അതിന്റെ HCF എന്ന് പറയുന്നത്, ഹൈസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? സോറി, ഫാക്ടർ. ഓക്കെ അല്ലേ? HCF എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ? അപ്പം HCF എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് കോപ്രൈം നമ്പേഴ്സിന്. സോ ഇവിടെ നമുക്ക് 1 ഇൻറ്റു LCM. സോ 1 ഇൻറ്റു LCM എന്ന് പറയാൻ നേരത്ത് നമുക്ക് LCM 129 തന്നെ കിട്ടും. ഇത്രയും ചിന്തിച്ചാൽ മതി. കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ
ആ ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അതിന്റെ LCM-ഉം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ നോക്കിയാൽ 11.96 ഇൻറ്റു 11.96 പ്ലസ് 11.96 ഇൻറ്റു XY തന്നിട്ടുണ്ട് ആൻഡ് 0.04 ഇൻറ്റു 0.04 തന്നിട്ടുണ്ട്. വിൽ ബി പെർഫെക്റ്റ് സ്ക്വയർ ഇഫ് XY ഈക്വൽ ടു. അപ്പൊ XYയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഇത് നോക്കിക്കേ, ഇവിടെ എന്താണ് A ഇൻറ്റു എ, നമ്മൾ ഒരു പേര് കൊടുക്കുകയാണെ. അപ്പൊ A² കിട്ടി പ്ലസ് ഇവിടെ A എടുത്തു, അപ്പം AXY തന്നു പ്ലസ് ഇതിന് B എന്ന് കൊടുത്തു, വേറൊരു നമ്പർ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ B² കിട്ടി. അപ്പൊ A² പ്ലസ് AXY പ്ലസ് B² എന്ന് പറയുമ്പോൾ ഏതോ ഒരു ടേമിന്റെ, അതായത് ഇവിടെ നമുക്ക് A പ്ലസ് B ദ ഹോൾ സ്ക്വയർ എടുക്കാം. A പ്ലസ് B ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ A² പ്ലസ് 2AB പ്ലസ് B² എന്ന് വരും. ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് A² തന്നിട്ടുണ്ട്. A² എത്ര തന്നിരിക്കുന്നത്? 11.96 ഇൻറ്റു 11.96. ഇനി 2AB വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് തന്നിരിക്കുന്നത്, അതായത് 11.96 ഇൻറ്റു XY. അപ്പം ഈ 11.96 ഈ ഒരു A ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? A ആണ് നമ്മളുടെ 11.96. അപ്പൊ ഈ 2B എന്താവണം? 2BX ആവണം. ഓക്കെ അല്ലേ? സോറി, XY ആവണം. ഈ 2B എന്ന് പറയുന്നത് X2 ഇൻറ്റു B എന്ന് പറയുന്നത് XY ആവണം. ക്ലിയർ അല്ലേ? പ്ലസ് B², ഇവിടെ നമുക്ക് 0.04 ദ ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 2Bയുടെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 2 ഇൻറ്റു B എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെ എടുത്തേക്കുന്നത്? 0.04. 2 ഇൻറ്റു 0.04 എന്ന് പറയുന്നത് 0.08 ആണ്. സോ 0.08 ഇതാണ് ശരി ഉത്തരം വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും എല്ലായ്പ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. എ റെക്ടാങ്കുലർ ഗ്രാസി പ്ലോട്ട് ഈസ് 112 മീറ്റർ ലോങ് ആൻഡ് 78 മീറ്റർ ബ്രോഡ്. ഓക്കെ അല്ലേ? ഒരു ഗ്രാസി പ്ലോട്ട് ഉണ്ട്, അത് 112 വരുന്നുണ്ട് ആൻഡ് ബ്രെഡ്ത്ത് എത്ര തന്നിരിക്കുന്നത്? 78 നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ദെൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഹാസ് എ ട്രാവൽ പാത്ത്. ഇറ്റ് ഹാസ് എ ട്രാവൽ പാത്ത് 2.5 meter wide all around it on the inside of the plot. അപ്പൊ ഈ പ്ലോട്ടിന്റെ ഉള്ളില് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ആൻഡ് വ്യത്യാസം വരുന്നത് ഉള്ളിലും തരാം പുറത്തും തരാം. ശ്രദ്ധിക്കണേ, ഉള്ളിലും തരാം പുറത്തും തരാം. അപ്പൊ ഉള്ളിൽ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? യെസ്, ഇവിടെ 2.5 നമുക്കൊരു ട്രാവൽ പാത്ത് ഉണ്ട്. ഇവിടെ 2.5 വിഡ്ത്തിലുണ്ട്, ഇവിടെ 2.5 വിഡ്ത്തിലുണ്ട്, ഇവിടെ 2.5 വിഡ്ത്തിലുണ്ട്. അതായത് ഇതാണ് 2.5, ഇവിടെ ഈ തന്നിരിക്കുന്ന 2.5, ഇവിടെ 2.5 ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന 2.5. ക്ലിയർ ആണോ? യെസ്. അപ്പം എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത്. അപ്പം ഏരിയ ഓഫ് ദ പാത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഈ ഏരിയ ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇതല്ലേ ഏരിയ ഓഫ് ദ പാത്ത് വരുന്നത്? ഈ 4 സ്ട്രിപ്പ്. ഈ പുറമേ ഉള്ളത് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണല്ലോ. അപ്പൊ ഈ നമ്മുടെ ഗ്രാസി പ്ലോട്ടിന്റെ ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 112 ഇൻറ്റു 78 ആണ്. അതായത് ഏകദേശം ഒരു 8736 എന്താണ് തന്നിരിക്കുന്നത്? യെസ്, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. നമുക്കിവിടെ യൂണിറ്റിന്റെ ആവശ്യം ഉണ്ട്. ചില സമയത്ത് യൂണിറ്റ് വ്യത്യാസം വരും, പക്ഷെ ഇവിടെ എല്ലാം മീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ഇത് വന്നു. ഇനി നമുക്ക് ഈ ഒരു ഞാനിപ്പോ ഹാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷന്റെ ഏരിയ ആണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നടുക്കും നമുക്കൊരു റെക്ടാങ്കിൾ അല്ലേ? ഈ റെക്ടാങ്കിളില്ലേ, ഈ റെക്ടാങ്കിളിന്റെ ഈ ടോട്ടൽ ഏരിയ മൈനസ് ചെയ്താൽ പോരെ? ഡിഡക്റ്റ് ചെയ്താൽ പോരെ? ഈ ഒരു ടോട്ടൽ ഏരിയ ഡിഡക്റ്റ് ചെയ്താൽ ഈ ഹാച്ച് ചെയ്ത് നമ്മളുടെ ഈ പോർഷൻ കിട്ടും. ക്ലിയർ അല്ലേ? ഈ ഒരു ഹാച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്ക് എന്താണ് വരുന്നത്? ഈ ഒരു റെക്ടാങ്കുലർ പീസിന്റെ അല്ലെങ്കിൽ ലെക്ടർ പോർഷന്റെ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ഈ 112 ഇത് ടോട്ടൽ 112 ഔട്ട്സൈഡ് ഗ്രാസി പ്ലോട്ടിന്റെ ഉള്ളില് ഇവിടെ 2.5 പോയി, ഇവിടെ 2.5 പോയി കഴിഞ്ഞാൽ 5
മീറ്റർ കുറഞ്ഞു. 112 5 മീറ്റർ കുറയുമ്പോൾ എത്രയാ വരുന്നത്? യെസ് 107 വരും. ഓക്കെ, 107 മീറ്റർ. ആൻഡ് ഇവിടെ നമുക്ക് ഗ്രാസി പ്ലോട്ടിന്റെ ആണ് 78 തന്നിരിക്കുന്നത്. ഈ ഉള്ളിലത്തെ എന്ന് പറയാൻ നേരത്ത് നമുക്ക് എത്രയാണ് വരുന്നത്? യെസ്, ഇവിടുന്ന് 2.5, ഇവിടുന്ന് 2.5. ടോട്ടൽ നമുക്ക് എത്ര ഡിഡക്ട് ചെയ്യണം? 5 ഡിഡക്ട് ചെയ്യണം. 78 5 ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് 73 ആണ് വരുന്നത്. 73 ആണ് ഇവിടെ വരുന്നത്. സോ നമുക്കിവിടെ ഈ ചെറിയ പ്ലോട്ടിന്റെ ടോട്ടൽ ലെങ്തും ടോട്ടൽ എന്താണ് ബ്രെഡ്ത്തും വന്നിരിക്കുന്നത് 107ഉം അതേപോലെ തന്നെ 73ഉം. ഇത് നമുക്ക് മൈനസ് ചെയ്ത് കളയണം. ഓക്കെ അല്ലേ? ഏരിയ ഓഫ് ഇന്നർ റെക്ടാങ്കിൾ എത്ര വരുന്നുണ്ട്? യെസ്, 73 ഇൻറ്റു 107 ഏകദേശം എത്ര വരുന്നുണ്ട്? 7811. അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയന്ന് ഈ ഇന്നർ റെക്ടാങ്കിള് നമ്മൾ അപ്പം ഏരിയ ഓഫ് ടോട്ടൽ റോഡ് അല്ലെങ്കിൽ ഏരിയ ഓഫ് റോഡ് അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത് 8736 മൈനസ് 7811 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 925 മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ജസ്റ്റ് ഔട്ടർ റെക്ടാങ്കിളും ഇന്നർ റെക്ടാങ്കിൾ, ഔട്ടർ റെക്ടാങ്കിളിൽ നിന്ന് ഇന്നർ റെക്ടാങ്കിൾ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ലെങ്ത് ഓഫ് ഇന്നർ റെക്ടാങ്കിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? യെസ്, രണ്ട് സൈഡിലുള്ള ആ ഒരു പാത്തിന്റെ വിഡ്ത്ത് മൈനസ് ചെയ്തിട്ട് ഡിഡക്ട് ചെയ്തിട്ട്. ഇനി ബ്രെഡ്ത്ത് എങ്ങനെയായിരിക്കും? യെസ്, ടോട്ടൽ ഏരിയയുടെ അല്ലെങ്കിൽ ഗ്രാസി പ്ലോട്ടിന്റെ ടോട്ടൽ വിഡ്ത്തിന്ന് നമ്മൾ രണ്ട് സൈഡിലുള്ള ഫുട് പാത്തിന്റെ അല്ലെങ്കിൽ പാത്തിന്റെ ആ ഒരു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്ത് നമ്മൾ ഡിഡക്ട് ചെയ്തിട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ടോട്ടലിന്റെ നമുക്ക് 128ഉം 112ഉം 78ഉം കിട്ടും. ഇതിന്ന് ഡിഡക്ട് ചെയ്യുമ്പോൾ 107ഉം 73ഉം കിട്ടും. അങ്ങനെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമ്മൾ ഈ ഒരു ടോട്ടൽ ഏരിയന്ന് ഇന്നർ റെക്ടാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. ഇതിനകത്ത് ചേഞ്ച് വരുന്നത് എന്താണ്? ഈ ഇന്നർ സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ് പ്ലോട്ടിലുള്ള ആ ഒരു വിഡ്ത്ത് പാത്തിന്റെ വിഡ്ത്തിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ഔട്ട്സൈഡിലുള്ളത് തരും. ഓക്കെ അല്ലേ? അത് ശ്രദ്ധിക്കണേ. ചിലപ്പം ഗ്രാസി പ്ലോട്ടിന്റെ ഔട്ട്സൈഡിലുള്ള വിഡ്ത്ത് ആയിരിക്കും തരുന്നത്. അതായത് ഒരു ഗ്രാസി പ്ലോട്ട് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റിനുമായിട്ടായിരിക്കും നമുക്ക് എന്തുള്ളത്? യെസ്, നമുക്ക് ഫുട് പാത്ത് അല്ലെങ്കിൽ പാത്ത് ഉള്ളത്. ഇതിനകത്ത് ഏതാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of three numbers is 189. Again, നമുക്ക് sum of three numbers തന്നിട്ടുണ്ട്. It is 189. The ratio of first number to the second number is 2:3. Okay അല്ലേ? And between the second and third number, this is 3:4. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ടു സെക്കൻഡ് തന്നിരിക്കുന്നത് 2:3 ആണ്. സെക്കൻഡ് ടു തേർഡ് തന്നിരിക്കുന്നത് 3:4 ആണ്. ഇവിടെ ഈ സെക്കൻഡിന്റെ 3 അല്ലേ? രണ്ടിടത്തും സെയിം അല്ലേ? അപ്പൊ നമുക്ക് റേഷ്യോ ഓഫ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരുമിച്ച് എഴുതാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റേഷ്യോ തന്നിരിക്കുന്നതിൽ സെക്കൻഡിന് സെയിം ആ തന്നിരിക്കുന്നത്. ഇനി സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ആക്കണം. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ സെയിം തന്നതുകൊണ്ട് നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും 2:3:4 എന്ന് എഴുതാം. 2:3:4. ക്ലിയർ? 2:3:4 എന്ന് പറയുമ്പോൾ റേഷ്യോ അല്ലേടാ? റേഷ്യോ എന്ന് പറയാൻ നേരത്ത് നമുക്ക് 2x 3x 4x ഇതായിരിക്കും നമ്മളുടെ ടേംസ് എന്ന് പറയുന്നത്. റേഷ്യോ ആണ് ഇത് 2:3:4. അപ്പൊ ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 2x, സെക്കൻഡ് ടേം 3x, ഫോർത്ത് ടേം 4x. അപ്പം ഈ ഒരു 3 നമ്പറിന്റെ കൂടെ സമ്മാണ് തന്നിരിക്കുന്ന 189. അപ്പൊ നമുക്ക് 2x + 9x + 4x ഈക്വൽ ടു 189. ഇനി ഇതിനെയും നമ്മൾ ആഡ് ചെയ്യുക. 2 + 9 11 + 5 4 എന്ന് പറയുമ്പോൾ 9 എങ്ങനെ വന്നു? 2x + 3x 2x + 3x + 4x ഈക്വൽ ടു 189. പറഞ്ഞു പോയതിന്റെ നിങ്ങൾക്ക് സമയമില്ലല്ലോ. അപ്പൊ സമയത്തിന്റെ ഇത് വെച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ പറ്റിപ്പോയതാണ്. സോ നമുക്ക് 2x + 3x + 4x എന്ന് പറയുമ്പോൾ 2 + 3
5 + 4 9x. യെസ്, ഫൈനൽ ആൻസറിനകത്ത് 9x. അത് ഞാൻ നേരത്തെ ചിന്തിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. 9x = 189, അല്ലെങ്കിൽ x = 189 ഡിവൈഡഡ് ബൈ 9. നമുക്ക് x എന്തായിട്ട് കിട്ടും? യെസ്, x കിട്ടുന്നത് 21. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്? യെസ്, ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ 3x അല്ലേ? അപ്പൊ 3 × 21 ചെയ്യുക. 3 × 21 എന്ന് പറയുന്നത് 63 ആണ്. ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ 3x ആണ്. സോ 63 ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. Find the selling price of an article if a shopkeeper allows two successive discounts, 15% and 20%, each on the market price. അപ്പൊ ഇത് നോക്കണം. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാർക്കറ്റ് പ്രൈസ് ആണ് എത്ര തന്നിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ്, അതായത് നമ്മൾ കയറി ചെന്നപ്പോഴത്തേന് ആ കടക്കാരൻ എഴുതി വെച്ചിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് ആണ് 800 രൂപ. ഈ 800 രൂപയ്ക്കകത്തുനിന്ന് എഗെയിൻ ആള് 15% ഡിസ്കൗണ്ട് തന്നു. വീണ്ടും അയാൾ 20% ഡിസ്കൗണ്ട് തന്നു. അപ്പൊ വേണമെങ്കിൽ ഇക്വേഷൻ വഴി നേരത്തെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. സെല്ലിംഗ് പ്രൈസ് നമ്മൾ വാങ്ങിക്കുന്നത് ഈ 800-നകത്തുനിന്ന് ആദ്യം ഒരു 15% ഡിസ്കൗണ്ട് കിട്ടി, എഗെയിൻ അതിനകത്തുനിന്ന് 20% ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ 800-ൽ നിന്ന് തന്നെ ആദ്യത്തെ ഡിസ്കൗണ്ട് എത്രയാണ്? 15%. നമ്മൾ കഴിഞ്ഞ മാത്സ് ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഡിസ്കൗണ്ട് വരുമ്പം 115 വരുമോ 85 വരുമോ? ഡിസ്കൗണ്ട് വരുമ്പം യെസ്, പ്രോഫിറ്റ് വരുമ്പോഴാണ് 115. 100 + 15. ഡിസ്കൗണ്ട് വരുമ്പം 100 - 15 വരും. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാ വന്നിരിക്കുന്നത്? 85. അതായത് 800-ന്റെ 85% നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് തന്നെ 20% എഗെയിൻ ഡിസ്കൗണ്ട് തന്നു. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറയാൻ നേരത്ത് വീണ്ടും എന്ത് വന്നു? യെസ്, 20% എന്ന് പറയാൻ നേരത്ത് 80/. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കളയാ. 0 0 0 0 കട്ട് ചെയ്തു. പിന്നെ ഇനി കട്ട് ചെയ്യാനുള്ള എന്തൊക്കെയാണ്? ഇവിടെ ഒരു 0 0 കട്ട് ചെയ്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 5 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ അപ്പൊ നമുക്ക് വരാൻ നേരത്ത് യെസ് 1 × 5 35 എന്ന് പറയുമ്പോൾ 17. ഇനി 2, ഇവിടെ 4. അപ്പൊ നമുക്ക് ഇവിടെ ബാലൻസ് 8 × 17 × 4 വരും. ഇല്ലെങ്കിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 544 കിട്ടും. ഓക്കെ അല്ലേ? 544 റുപ്പീസ്. ഇനി ഇക്വേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ എസ് പി ആഫ്റ്റർ നമുക്കൊരു 2 സക്സസീവ് അല്ലേ വന്നിരിക്കുന്നത്? അതായത് സക്സസീവ് ഡിസ്കൗണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. സക്സസീവ് ഡിസ്കൗണ്ട്സ്. ഈ സക്സസീവ് ഡിസ്കൗണ്ട്സ് സപ്പോസ് X%-ഉം Y%-ഉം ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ഇക്വേഷൻ MP, അതായത് മാർക്കറ്റ് പ്രൈസ് ആണ്, മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 - X%. നമ്മൾ ഈ 85 ചെയ്തത് തന്നെ കേട്ടോ. X ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 മൈനസ് Y ഡിവൈഡഡ് ബൈ 100. നമ്മൾ തൊട്ട് മുകളിൽ ചെയ്തു തന്നെ കേട്ടോ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആഫ്റ്റർ സക്സസീവ് ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ നമുക്ക് കിട്ടുന്നത് 544 ആണ്. റുപ്പീസ് 544. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി വന്നു അല്ലേ? യെസ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 8 cot θ തന്നിരിക്കുന്നു. 8 cot θ = 6. Find the value of sin θ plus cos θ divided by sin θ minus cos θ. ഇത് കാണുമ്പം പലരും എന്ത് ചെയ്യും? സ്കിപ്പ് അടിക്കും. പക്ഷെ സിമ്പിൾ ആണ്. ട്രിഗ്നോമെട്രി നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്ക് സിമ്പിൾ ട്രിഗ്നോമെട്രി ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കോട്ടും സൈനും തമ്മിലുള്ള, അല്ലെങ്കിൽ സൈൻ കോസ്, ഇതിനെയും കോട്ടിനെയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം cot θ എന്ന് പറയുന്നത് 1/tan θ, അല്ലെങ്കിൽ cos θ sin θ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ cot θ = 6/8 എന്ന് എഴുതിക്കൂടെ? ഈ 8-നെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ cot θ = 6/8, അല്ലെങ്കിൽ ഇതിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 3/4. അപ്പൊ cot θ = എന്ത് കിട്ടും? 3/4 കിട്ടും.
നമുക്ക് തന്നിരിക്കുന്ന എന്താ? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇതിനകത്ത് നമുക്കറിയാം കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കൊണ്ടുവരാൻ പറ്റുമോ? യെസ്. നമ്മൾ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും സൈൻ തീറ്റ കോമൺ എടുക്കാം. അപ്പം നമുക്ക് ന്യൂമറേറ്ററിൽ എന്ത് വരും? സൈൻ തീറ്റ. ഇവിടെ നമുക്ക് സൈൻ തീറ്റ പുറത്തെടുക്കുമ്പോൾ ബാലൻസ് 1 പ്ലസ് ഇവിടെ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ കോസ് തീറ്റയുടെ തൊട്ട് താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ സൈൻ തീറ്റ ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഇവിടെയും സൈൻ തീറ്റ നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സൈൻ തീറ്റ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? യെസ്, ഇവിടേക്ക് എഴുതുവാണ്. 1 പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആരാണ്? യെസ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ കോട്ട് തീറ്റയാണ്. 1 പ്ലസ് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് തീറ്റ. 1 പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എങ്ങനെയുണ്ട്? 1 പ്ലസ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. സോ 1 പ്ലസ് 3/4 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4. ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഏത് പോർഷനിലാണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് യെസ് എ പ്ലസ് ബി ബൈ സി ഫോമിൽ. അപ്പം ഇവിടെ എങ്ങനെ വരും? എ ഇൻറ്റു സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ എ മൈനസ് ബി ബൈ സി ആണെങ്കിലും ഇതേപോലെ എ സി മൈനസ് ബി ബൈ സി. ഇതൊക്കെ അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ 1 പ്ലസ് 3/4 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, 4 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3/4. 4ഉം 4ഉം ക്യാൻസൽ ആക്കി കളയാം. ബാക്കി 4 പ്ലസ് 3 എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്? 4 പ്ലസ് 3 7 ബൈ 4 മൈനസ് 3 1. അല്ലെങ്കിൽ 7/1 എന്ന് പറയുന്നത് 7 തന്നെയാണ്. സോ ആൻസർ വിൽ ബി 7. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. PQR enter into a partnership investing rupees 45,000, 90,000 and 2,25,000. PQR എന്ന് പറയുന്ന 3 വ്യക്തികള് യഥാക്രമേണ 45,000, 90,000, 2,25,000. P ഇത്ര ഇട്ടു, Q ഇത്ര ഇട്ടു, R ഇത്ര ഇട്ടു. ഫൈൻഡ് ദ റെസ്പെക്റ്റീവ് ഷെയർസ് ഇൻ ആനുവൽ പ്രോഫിറ്റ്. അവർക്ക് കിട്ടിയത് 4,72,000 ആണ്. അപ്പൊ അവരുടെ റെസ്പെക്റ്റീവ് ഷെയർസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്ത് മാത്രം ചെയ്താൽ മതി? അവർ എത്ര റേഷ്യോയിലാണ് അത് ഇട്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും കൂടി പൈസ ഇട്ടതിൽ നിന്ന് ആനുവൽ പ്രോഫിറ്റ് കിട്ടിയത് അവരിട്ട പൈസക്കുള്ള റേഷ്യോക്കുള്ളത് കൊടുത്താൽ പോരെ? അത്രേ ഉള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ അങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷെ എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നു മാത്സും റീസണിങ്ങും ഒക്കെ എപ്പോഴും മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് ഇതാണ് ഇന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ ടൈം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ PQR മാക്സിമം പ്രോബ്ലംസ് നോക്കുക കേട്ടോ. ഈ ചെറിയ സമയം കൊണ്ടിട്ട് മാക്സിമം PYQs മനസ്സിലാക്കി പോവുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവും. എന്തൊക്കെയാണ് ഡിഫറൻസ് തന്നിരിക്കുന്നത്, ഡിഫറൻസ് വരുന്നത് ചെയ്തെടുക്കാൻ പറ്റൂടാ. ഇനി ടൈം ഉണ്ട്. പിന്നെ ഇനിയിപ്പോ NTPC CGL ഒക്കെ എന്തായാലും വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ടൈം ഇഷ്ടം പോലെ ഉണ്ട്. മാക്സിമം ചെയ്യുക, മാക്സിമം നിങ്ങളെയും കൊണ്ട് പറ്റാവുന്നിടത്തോളം ചെയ്യുക. എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിയിടാം. ഇവിടെ നമുക്ക് P കൊടുത്തിരിക്കുന്ന 45,000 ആണ്. അപ്പൊ നമുക്കിവിടെ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ റേഷ്യോ കണ്ടുപിടിക്കാൻ നേരത്ത് 45,000 നമ്മൾ ഇവിടെ നോക്കിക്കേ. 45,000 ഇൻറ്റു 2 അല്ലേ ഇവിടെ നമുക്ക് 90,000 വരുന്നത്. ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ചോദിക്കുള്ളൂ. ഇനി 45,000ന്റെ എത്രയാണ് ഈ 2,25,000 വരുന്നതെന്നും കൂടി നോക്കുക. 45,000നെ നമ്മളിപ്പോ 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് 2 വരും. 2 ഇൻറ്റു 45,000. ഇവിടെ 4 ഇൻറ്റു 45. ഇപ്പൊ ബാക്കിയൊക്കെ 0 അല്ലേ? അപ്പൊ 45നെ തന്നെ ജസ്റ്റ് ചെയ്താൽ മതി. 45 ഇൻറ്റു 2 വരുമ്പോൾ 90 വരും. 45 ഇൻറ്റു 4 വരുമ്പോൾ 0 എഗെയിൻ വരും. പക്ഷെ ഇവിടെ 225 വരണം അല്ലേ? അപ്പൊ നമ്മള് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ യെസ് ഓഡ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്ക് 5 വെച്ചിട്ട് നോക്കാം. 5 വെച്ചിട്ട് നോക്കാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? യെസ്
225 നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിത് എത്രയായിരിക്കും? 1:2:5 ഈ പി ഷെയർ ചെയ്തിരിക്കുന്നത്, ക്യൂ ഷെയർ ചെയ്തിരിക്കുന്നത്, ആർ ഷെയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇതില് പിക്ക് കിട്ടേണ്ടത് 1/1 + 2 + 5 എന്ന് പറയുന്നത് എന്താ? 1/8 ഷെയർ ഓഫ് ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ 4,72,000 കിട്ടണം. ഇനി ക്യൂവിന് കിട്ടേണ്ടതോ? യെസ്, 2 ഷെയർ. ഓക്കെ അല്ലേ? ടോട്ടൽ 8 2 എത്ര ആർക്ക് കിട്ടണം? യെസ്, ഓക്കെ അല്ലേ? 2 ആണ് വരുന്നത്. 2/8 ഓഫ് ആനുവൽ പ്രോഫിറ്റ് ക്യൂവിന് കിട്ടണം. ആറിന് കിട്ടേണ്ടത് എത്രയാണ്? 5/8 ഓഫ് 4,72,000 കിട്ടണം. ഞാൻ ഈ ഒരു പിന്റെയും ക്യൂവിന്റെയും ആറിന്റെ, നമ്മളോട് ക്യൂവിന്റെ മാത്രം പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും വേറൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, മൂന്നാൾക്കും അല്ലെങ്കിൽ ഈ ക്യൂവിനോ ആറിനോ എത്രയാണ് കിട്ടുന്നത് ടോട്ടൽ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആർ കിട്ടിയതിനേക്കാളും എത്ര കുറവാണ് പിക്ക് കിട്ടുന്നത്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നത്. ഇപ്പൊ നമ്മളോട് ഒന്നെങ്കിൽ ചോദിക്കാം ക്യൂവിന് മാത്രം കിട്ടിയത് എത്ര, ആറിന് മാത്രം കിട്ടിയത് എത്ര, ഇല്ലെങ്കിൽ ക്യൂവിനും ആറിനും കൂടി കൂട്ടി കിട്ടിയത് എത്രയാണ്, ഇല്ലെങ്കിൽ ആറിന് കിട്ടിയതിനേക്കാളും ക്യൂവിനോ പിനോ എത്ര കുറഞ്ഞു എന്നുള്ള രീതിയിലെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഷെയർസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഒരു വാല്യൂ 8നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയാൻ നേരത്ത് യെസ് 5, 9. ഓക്കെ, സോറി, 5, 9, 0, 59,000 ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ കിട്ടുന്നത് 59,000 കിട്ടും. ഇവിടെ കിട്ടുന്നതോ? യെസ്, 2/8, 4നെ ക്യാൻസൽ ചെയ്യാൻ നേരത്ത് നമുക്ക് യെസ് 1,18,000 കിട്ടണം. ഇവിടെ 5/8, അപ്പൊ 8നെ നമ്മൾ ആദ്യം ഒന്ന് ക്യാൻസൽ ചെയ്യുക. ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ 2,95,000 ആണ്. അപ്പൊ നമുക്കിവിടെ 59,000, 1,18,000, 1,18,000, 2,95,000 കിടക്കും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഈ 10 ക്വസ്റ്റ്യൻസും എന്തായാലും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വരുന്ന ഡിഫറൻസും ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത് ഇങ്ങനെ ചോദിക്കാം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാമേ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഓക്കെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.